നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീഴുകില്ലിത്. ഞാനിപ്പോൾ ദുബായിൽ വന്നത് തന്നെ ഒരു യക്ഷിയെ തിളയ്ക്കാനാണ്. യക്ഷിയുടെ ഒന്ന് സൂം ചെയ്ത്. അപ്പൊ ലജ്ജാവതി പലപ്പോഴും പലർക്കും അറിയത്തില്ലായിരുന്നു അതിന്റെ ഹമ്മിങ് പാടിയിട്ടുള്ളത് ഇഷാൻ ദേവ് ആയിരുന്നു എന്നുള്ളത്. അപ്പൊ അതങ്ങനെയാണ് എൻ്റെ ശരിക്കുള്ള ഐഡന്റിറ്റി. ഇത് ആരുടെ പാടിയെന്നിട്ടായിരുന്നു ആദ്യത്തുള്ളൊരു പരിപാടി. അങ്ങനെ ഒരു കൺസെപ്റ്റിലോട്ട് വരും ലൈഫ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ബാലഭാസ്കർ എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് വന്നിരിക്കും. അത് എന്നെ സംബന്ധിച്ച് ഞാനെപ്പോഴും പറയും, എൻ്റെ ഫ്രണ്ടിൽ ഒരു 10,000-10,000 പേര് പോയ പോലെയാണ്. അത് ആരോട്ട് കണക്റ്റ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നീക്ക് കൂടെ കൊന്നിലിടാൻ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. 1 മണിക്കൂറില്ല 2 മണിക്കൂറില്ല ഇഷാൻ ദേവിന് 3 മണിക്കൂർ വേണം, ഞാൻ തരും. സന്തോഷ് പണ്ഡിറ്റ് ഈ വരി കോപ്പി അടിക്കുന്നത് ഈ പാട്ട് ചെയ്യാനുള്ളതാണ്. എൻ്റെ അമ്മ ഞാൻ റേഡിയോ പാടുന്നതോ, എൻ്റെ അമ്മ ഞാൻ TV പാടുന്നതോ, ഞാനൊരു വലിയ വേദി പാടുന്നതോ കണ്ടിട്ടില്ല. അതാണ് സത്യം. അപ്പം അത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു പെയിനാണ്. അപ്പം അതിപ്പോൾ പറഞ്ഞ് ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. കനകമുന്തിരികൾ മണികൾ കോർക്കുമൊരു